വിശുദ്ധ മുഹറം മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നതിന് വലിയ പോരിശയും മഹത്വവും ഉണ്ട്. മാത്രമല്ല അത് പ്രത്യേകം സുന്നത്താണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാമും നമ്മുടെ മാതാപിതാക്കളും കുടുംബക്കാരും അയൽവാസികളും നാട്ടുകാരും അങ്ങനെ നാമുമായി ബന്ധപ്പെട്ട സർവ്വ ആളുകളും മുഹറം മാസത്തിലെ ഓരോ ദിവസത്തെ നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ ജാമിഉ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്തതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് കാണാം. അഫ്ളലു സിയാമി ബഅദ റമളാന ഷഹ്റുല്ലാഹിൽ മുഹറം. റമളാൻ മാസത്തിന് ശേഷം നോമ്പനുഷ്ഠിക്കാൻ ഏറ്റവും അർഹതപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ് വിശുദ്ധ മുഹറം മാസം. നോമ്പുകളെ കുറിച്ച് മാത്രം പരിചയപ്പെടുത്താൻ വേണ്ടി ഇമാം ഇബ്നു ഹജർ ലൈതമി തങ്ങൾ ഉണ്ടാക്കിയ ഇത്തിഹാഫു അഹ്ലുൽ ഇസ്ലാം ബി ഖുസൂസിയാത്തു സിയാം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. വയുന്ദബു ഷഹ്റുൽ അഷ്ഹുറിൽ ഹുറുമി കുല്ലിഹ. യുദ്ധം ഹറാമാകപ്പെട്ട മുഹറം മാസമടക്കമുള്ള 4 മാസങ്ങളിൽ പ്രത്യേകം നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണെന്ന് ഇമാം ഇബ്നു ഹജർ ലൈതമി തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹാന്മാരും പഠിപ്പിച്ച മുഹറം മാസത്തിലെ നോമ്പ് നാം എല്ലാവരും പ്രത്യേകം അനുഷ്ഠിക്കാൻ സമയം കണ്ടെത്തുക. അള്ളാഹു നമുക്ക് നല്ല